കോടതി ഒരിക്കലും നന്നാകത്തില്ല. അത് നന്നാകാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതല്ല, നമ്മുടെ കൈകാര്യം ചെയ്യാനുണ്ടായിട്ടുള്ള സാധനമാണ്. നമ്മുടെ തക്കാളിക്കയും നമ്മുടെ വഴുതനങ്ങയ്ക്കകത്തു നിന്നാണ് ഈ മുഴുവൻ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പോലീസ് നമ്മളെ തല്ലുമ്പോ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നുള്ള ചോദ്യം മാത്രമേ ഇപ്പോഴും നമുക്കുള്ളൂ. 5 കോടി കേസ് കെട്ടിക്കിടക്കുന്നിടത്താണ് നീതി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക. ഇവിടെയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പോലും അറിഞ്ഞൂടാ. കാരണം അത് ക്ലാസ് റൂമിൽ പഠിച്ചാൽ പറ്റൂ. ഇങ്ങനെ നമ്മൾ എക്യുപ്ഡ് അല്ലാതിരിക്കുന്ന, നമ്മൾ ഇപ്പം നിങ്ങൾ പോകുന്ന ഈ ഗ്രാമസഭ എന്ന് പറയുന്ന സാക്ഷരതാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു പണിയില്ല, അത് മാത്രമാണ്. അതല്ലാതെ അവിടെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ വല്ലവരും തരുന്ന പൈസ എന്നാണ്, കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പൈസ, സംസ്ഥാന ഗവൺമെന്റ് തരുന്ന പൈസ, അത് വിനിയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ല നമ്മളാണ് ഈ പണം ഉണ്ടാക്കുന്നതെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ തക്കാളിക്കയും നമ്മുടെ വഴുതനങ്ങയ്ക്കകത്തു നിന്നാണ് ഈ മുഴുവൻ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. അതറിഞ്ഞൂടാ. അപ്പൊ അവര് തരുന്ന ബഡ്ജറ്റ് തരുന്നത് വിനിയോഗിക്കാനിരിക്കുന്നവരായിട്ടാണ് ഇരിപ്പ്. നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ കോടതിയിലൊന്നും ഒരിക്കലും പോകരുത്. ഒരു കേസ് കോടതിയൊക്കെ പിരിച്ചുവിടേണ്ടതാണ്. കോടതി പിരിച്ചുവിടേണ്ടതാണ്. നിങ്ങൾ ഞാനിത് പറയുമ്പോൾ ഭയങ്കര മര്യാദ കെട്ട് പറച്ചിലാണെന്ന് എനിക്ക് തോന്നത്തില്ലേ? 5 കോടതി ദിവസം പോകുന്ന ഒരു പാർട്ടി ആയിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന സാധനം മുഴുവൻ രാജാവിനടുത്ത് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി തടയിട്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ മജിസ്ട്രേറ്റ് കോടതി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്നാണ്. സുപ്രീം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ നമ്മുടെ ഗവൺമെന്റ് എന്താണ്? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. എന്നിട്ട് ആരാണ് ഇവിടുത്തെ സുപ്രീം? ജനങ്ങൾ. പിന്നെ സുപ്രീം കോടതി എന്താണ്? ഇതൊക്കെയാണ് പഴയ സാധനം. ഇതെല്ലാം അവിടെ ഇരിക്കുകയാണ്, തൊട്ടിട്ടില്ല. 5 കോടി കേസ് കെട്ടിക്കിടക്കുന്നിടത്താണ് നീതി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക. ഈ കോടതിയൊക്കെ എന്ന് നന്നാകും? ഇവരെ ദിവസം വന്ന് എന്നോട് ചോദിക്കും എന്ന് നന്നാകും. കോടതി ഒരിക്കലും നന്നാകത്തില്ല. അത് നന്നാകാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതല്ല, നമ്മുടെ കൈകാര്യം ചെയ്യാനുണ്ടായിട്ടുള്ള സാധനമാണ്. എന്നിട്ട് ജനാധിപത്യം വന്ന സമയത്ത് നമുക്ക് ഞാൻ പോലീസ് ശരിയല്ലെന്ന് എല്ലാവരും കൂടെ കണ്ടുപിടിച്ചു. അപ്പൊ ഞങ്ങളൊക്കെ മനുഷ്യാവകാശ പ്രവർത്തകരായി പോലീസ് സ്റ്റേഷനൊക്കെ എങ്ങനെ നവീകരിച്ച് നന്നാക്കണം എന്നുള്ള പണിയിലൊക്കെ അവനൊക്കെ ഇഷ്ടംപോലെ പണിയെടുത്താണ്. മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ഇതിനകത്ത് ജനാധിപത്യം കയറ്റാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നടന്നത്. ഈ ഒരു സാധനം വർക്ക് ചെയ്തില്ല. നമ്മൾ ഈ ജനമൈത്രി പോലീസ് തന്നെ, പോലീസ് എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് താഴോട്ട് നോക്കി കൈകാര്യം ചെയ്യാന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. അതെങ്ങനെ പറ്റും? ജനമൈത്രി പറഞ്ഞാല് ഞാൻ എപ്പോഴും അത് പറയും, സുഗന്ധമുള്ള തീട്ടം എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. ജനമൈത്രി എന്ന് പറഞ്ഞ പോലീസ് എന്ന് പറഞ്ഞ അങ്ങനെ സാധ്യതയുണ്ടോ? തീട്ടത്തിന് മണം വരുമ്പോ അങ്ങനെ വരാനൊക്കെ ഇല്ല. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് എന്തൊരു ജനമൈത്രി പോലീസാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ഇടും അല്ലേ സോഷ്യൽ മീഡിയയിൽ. ദിവസം പോലീസുകാരാണെങ്കിൽ അവർക്ക് എങ്ങനെ വിചാരിക്കാൻ പറ്റും? പോലീസുകാരെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അതാ ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരാളെ വിശ്വസിക്കരുതെന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് എടുത്തവരാണ് ആ പോലീസുകാർ മുഴുവനും. അല്ല വേറെ ഇവിടുന്ന് ആരും വന്നിട്ടില്ല. ഇപ്പൊ ബ്രിട്ടീഷുകാരല്ലേ വന്നിരിക്കുന്നത്. അവർക്ക് കിട്ടിയ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരാളെയും വിശ്വസിക്കരുതെന്നാണ്. പൊട്ടൻഷ്യൽ ക്രിമിനൽസ് ആണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന മുഴുവനും. അങ്ങനെ അവരെ പഠിപ്പിക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് അതാണ്. അവരുടെ കൈ കൊടുക്കുന്ന എന്താണ്? തോക്കും വടിയും ആയുധങ്ങളാണ് കൊടുക്കുന്നത്. വാളിപ്പ ഇല്ല, അത് പഴഞ്ഞനായിപ്പോ പിന്നെ വാളില്ലാത്ത വടിയുണ്ട്. വടി കഴിഞ്ഞാൽ പിന്നെ വെടിയാ. ഇങ്ങനെയാണ് ഇപ്പൊ നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ പോലീസ് നമ്മളെ തല്ലുമ്പോ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നുള്ള ചോദ്യം മാത്രമേ ഇപ്പോഴും നമുക്കുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സിസ്റ്റം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഈ പണി നടക്കത്തില്ല. ഒരു ജനാധിപത്യവും വരത്തില്ല.
ഞങ്ങൾ കാത്തിരുന്നിട്ട് ഈ മന്ന വീഴുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുടെ കാത്തിരിപ്പൊന്നും നടക്കത്തില്ല. സിസ്റ്റം മാറ്റിയേ പറ്റൂ. പഞ്ചായത്ത് വികസിപ്പിച്ച് ഈ കളക്ടറേറ്റ് ഒക്കെ പിരിച്ചു വിടണം, സെക്രട്ടേറിയറ്റ് ഒക്കെ പിരിക്കണം. ഈ ചീഫ് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഇത് ആരുടെ ചോദിക്കണ്ടേ? പ്രൈം മിനിസ്റ്റർ ഇത് ആരുടെ ഇവനൊക്കെ എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഇത് പണ്ടേ ദൈവം തമ്പുരാൻ തന്ന സാധനമായത്. ദൈവം കഴിഞ്ഞാൽ രാജാവ്, രാജാവ് കഴിഞ്ഞാൽ ഗുരുക്കന്മാർ, അത് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും. ഇങ്ങനെയാണ് സംഭവം. മേലുകീഴ്. അപ്പൊ മേപ്പോട്ട് ബഹുമാനം, താഴോട്ട് പുച്ഛം. നമുക്ക് സംശയമൊന്നും ഇല്ലാതെ അറിയുന്ന കാര്യം. മുകളിൽ ഇപ്പൊ ആരും വേണ്ടാന്ന് വരെയൊക്കെ നമ്മളിപ്പോ കാണുന്നത്. പക്ഷെ താഴെ അപ്പൊ വേണം, അന്നേരം വേണം. അത് നമുക്ക് ഇപ്പോഴും അങ്ങനെ അങ്ങനെ മാറ്റാൻ എളുപ്പമല്ല. താഴെ ആൾ ഇപ്പോഴും മുകളിൽ വേണ്ട. അപ്പൊ ഈ മേഖലയിനകത്തുള്ള കണ്ടെത്തല് മുമ്പോട്ടുണ്ട്. നമുക്ക് ഈ എന്താണ് ജില്ലാ പഞ്ചായത്ത് നിന്നും ബ്ലോക്ക് പഞ്ചായത്ത്, അതെന്ത് കുന്തെന്ന് ഇതുവരെ ആർക്കും അറിഞ്ഞൂടെ? ഇത് എന്താണ്? കാരണം ഈ തഹസീൽദാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണത്. മുന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് വികസിപ്പിച്ച കുഴപ്പമാണെന്ന് എല്ലാരും പഠിച്ചത്. നമ്മുടെ ആൾക്കാർക്ക് വോട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിടത്തോളം കാലം അതൊന്നും ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് നമ്മൾ വിചാരിച്ചിട്ട് സംശുദ്ധ ഭരണത്തിന്റെ ആൾക്കാരാണ് അവരെ സംശുദ്ധ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഗാന്ധിയന്മാരെ നമ്മൾ ഓർത്തു പോകും അല്ലേ? സംശുദ്ധ ഭരണം ഇങ്ങനെയല്ലേ? സിസ്റ്റമാണ് മാറ്റേണ്ടത്. സിസ്റ്റം മാറ്റാതെ നമ്മൾ എത്ര വിചാരിച്ചാലും. പ്രകാശ കുറുപ്പ് അവിടെ ഉണ്ട്. അദ്ദേഹത്തിനെ ഞാൻ എൺപത്തിരണ്ട് 83 ഞാൻ ഗുരുകുലം വിട്ട് വരുമ്പോ ആദ്യം കണ്ടിട്ടുള്ള ഒരാളാണ്. അയാളുടെ കൂടെ കൂടിയാണ് അയൽക്കൂട്ടമൊക്കെ ഭയങ്കര ചർച്ച. അതിന്റെ എത്രയോ പണി നമ്മളൊക്കെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ നടപ്പായിരുന്നു ആ സമയത്ത്. നല്ല സുഹൃത്തായിരുന്നു. എന്നെ കാണാനും ഞാൻ താമസിക്കുന്ന വീട്ടിലും വരെ ഞങ്ങളൊരു സംഘമൊക്കെ ഉണ്ടാക്കി, സംഘടനയൊക്കെ ഉണ്ടാക്കിയ ആളുകൾ. ദർശനം എന്ന് പറഞ്ഞിട്ടൊരു മാസിക അദ്ദേഹം. അത് എല്ലാ തവണയും പറയും, ഇത്തവണത്തെയും പരീക്ഷണം പരാജയപ്പെട്ടു. സത്യസന്ധമായിട്ട് അദ്ദേഹം എഴുതും. 4 തവണ കഴിഞ്ഞപ്പോ എന്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, ഈ പരാജയപ്പെടുന്നത് പഠിക്കണം, അതിന് വേറെ എല്ലാ തവണയും പരാജയപ്പെടുന്നതെന്ന് എഴുതുന്ന അത്ര സത്യസന്ധതയല്ലെന്ന് പറഞ്ഞു. പുള്ളി കുറെ വിഷമിച്ചിരിക്കുന്നത് ഞങ്ങൾ സൂക്ഷ്മമായിട്ട് മിണ്ടുകയല്ലേ. അതുകൊണ്ട് അങ്ങനെ അത് വർക്ക് ചെയ്തു. ആ അയൽക്കൂട്ടം അതിനകത്തു നിന്നാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ അയൽക്കൂട്ടം എന്ന് പറയുന്ന സാധനമൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയ സാധനത്തിനകത്തുനിന്ന് കണ്ടുപിടിച്ചതാണ് അതൊക്കെ ഉണ്ടായതൊക്കെ. അതിനകത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ അതിന്റെ കൂടെ നടന്നൊക്കെ കുറച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിലുള്ള ആക്ടിവിറ്റികൾ കൊണ്ട് പരിഹരിക്കുന്ന നല്ലത്. നമ്മളെല്ലാം പോയിട്ട് ഇവിടെ ഇയാളെ ഭൂമിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാരും കൂടെ പ്രണയത്തിൽ കഴിയുകയാണെന്നൊക്കെ ഉള്ള ലൈനിലൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വരിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. പക്ഷെ ഒരു പ്രണയവും നടക്കത്തില്ല. പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ വേറെ ലോകമാണ്. അപ്പൊ അതാണ് അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് എല്ലാ തവണയും എഴുതും. അവിടെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടാക്കിയ വെങ്കടേഷ് കുറുപ്പിന്റെ പോസ്റ്റ് ഓഫീസിലെ എല്ലാ സാധനവും അവിടെ വെച്ച് നിങ്ങൾ അവിടെ ചെല്ലുക. അവിടുത്തെ അന്ന് ഇൻലൻഡ് ഒക്കെയാണ്. ഇൻലൻഡ് എടുത്താൽ അതിന്റെ പൈസ അവിടെ വയ്ക്കുക. അവിടെ ആരും ഇല്ല, നമ്മളാണ് ഇതെല്ലാം ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ വയ്ക്കും. ഇലക്ഷൻ വരുമ്പോഴത്തേന് കംപ്ലീറ്റ് അങ്ങ് പോകും. അതുവരെ ഇത് കുറച്ച് ദിവസം ഓടും. എല്ലാവർക്കും നല്ല അനുഭവമാണ്. കടകളിലൊന്നും ആരും ഇരിക്കണ്ട, സാധനം എല്ലാം ആളുകൾ എടുത്തിട്ട് വയ്ക്കും. ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യും. പക്ഷെ അതിന് അതിര് ഒരു പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റം മാത്രമാണ്. അങ്ങനെ സിസ്റ്റം നിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ആൾക്കാർ തലയിൽ ബോംബിട്ട് അല്ലെങ്കിൽ ആന വരുന്ന പോലെയാണ്. ഉറുമ്പ് കൂടിങ്ങനെ പണിഞ്ഞ് മേപ്പോട്ട് വയ്ക്കുമ്പോൾ ആന വന്നൊരു ചവിട്ടി അങ്ങ് പോകും. ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെന്നും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ പഠിക്കാതെ അവരവരുടെ വീടിനകത്ത് കുഞ്ഞുങ്ങളെ വളർത്തി കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം കൊഴിഞ്ഞു പോകും. അപ്പോഴാണ് സാമൂഹിക ദ്രോഹികളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം വരുമ്പോൾ നല്ല ആളെയും ചീത്ത ആളെയും നോക്കിയിട്ടല്ല വെള്ളം കയറും. എന്താണ് കൊതുക് കയറി വരുമ്പോ കൊതുകിനും അറിഞ്ഞൂടാ ഈ നല്ല ആളെയും ചീത്തയായി എല്ലാരെയും കുത്തും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ അറിയണം. അല്ല നാരായണഗുരു വരുന്ന കൊതുക് വിട്ടുകളയത്തില്ല, കുത്തും. കടുവായ്ക്ക് പറഞ്ഞൂടാ. കടുവായ പക്ഷെ ഇങ്ങനെ ഇണക്കിയൊക്കെ നിർത്തി എന്നൊക്കെയുള്ള കഥയിലൊക്കെ നിൽക്കും. അത് പട്ടിയെ പോലൊക്കെ കുറച്ച് ആകാൻ പറ്റുമെന്ന് എനിക്കും അറിയാം. അതല്ല പറയുന്നത്, കൊതുകിനെ ഒന്ന് ഇണക്കി കാണിച്ച
ഉറുമ്പിനെയും കൊതുകിനെയൊക്കെ ഒന്ന് ഇണക്കാമെങ്കില് പണ്ട് സന്യാസിമാരെ പറ്റി കഥ തന്നെ ഉണ്ട്. താടിക്കൊരു മീശയിലൊരു ഒരു ഉറുമ്പിരുന്നത് കൂട്ടി വിടാനായിട്ട് ഇയാൾ ഇങ്ങനെ ഒന്ന് വെച്ച് എല്ലാ ഉറുമ്പും കൂടി ഇങ്ങോട്ട് ഇങ്ങ് കയറി, പിന്നെ ഇങ്ങനെ തിരുമുമായിരുന്നു. അതുപോലെ ചെയ്യുന്നിടത്ത് എത്തി. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് അറിയണം. നമ്മൾ ഇടപെട്ടിരിക്കുന്ന ഈ ജനാധിപത്യപരമായി മനുഷ്യര് പരസ്പരം പെരുമാറണം. ഭൂമിക്കാരന്റെ ഈ ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വികസിച്ച് അപ്പുറത്തെല്ലാം ഉള്ളവരെല്ലാരും കൂടി ഇങ്ങനെ ആകും എന്നൊക്കെ ഉള്ളു ഈ കൊതിയിൽ എഴുതി വെക്കുന്ന ഈ സാധനമൊന്നും വർക്ക് ചെയ്യുന്നതാണ്. ഒരു ബോംബിന്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ. ബോംബ് അവിടുന്ന് ഉന്നം തെറ്റി വീണാൽ പോലും നമ്മുടെ കാര്യം പോകും. അതുകൊണ്ട് ഭൂമിയുടെ അതിര് വരെ ഉള്ള ചർച്ചയ്ക്കകത്ത് ഓരോ പ്രദേശത്തിനനുസൃതമായ ക്രമീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റങ്ങള് അപ്പുറത്തിരിക്കുന്ന ആള് നമ്മളെ പോലെ ഒരാളാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്ന നിലവാരത്തിൽ കുട്ടിക്കാലം തൊട്ട് പഠിച്ചു വളരാതെ പറ്റും. നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്നു പോയി ജനിക്കാൻ ഒരു വീട് തെരഞ്ഞെടുത്താൽ നമുക്ക് അവകാശം ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ ജനിക്കാൻ പറ്റും. നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ അച്ഛൻ്റെയും കാര്യമാണ് ഞാനീ പറയുന്നത്. അവര് അയലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പഠിപ്പിക്കും. ആ വീട്ടുകാർ നമ്മുടെ ആൾക്കാരല്ല, അവര് നമ്മുടെ അല്ല എന്ന് പഠിപ്പിക്കുന്ന വീട്ടിലേ ജനിക്കാൻ പറ്റും. പിന്നെ ഇത് എവിടുന്നാ പഠിക്കണ്ടേ? ഈ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കണം. അത് നമ്മൾ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ആരംഭിക്കണം.